നമസ്കാരം. തൊണ്ടിമുതലിൽ കൃത്രിമത്വം കാണിച്ച കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിനും വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. 1994 രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കേസിൽ ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് എസ് ജോസ് എന്നിവരായിരുന്നു 1-2 പ്രതികൾ. കുറ്റപത്രം സമർപ്പിച്ച് 18 വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ വിധി എത്തിയിരിക്കുന്നത്. എന്നാൽ കേസിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ ഒരു മലയാള സിനിമയിലെ രംഗങ്ങളിൽ കാണാൻ കഴിയും. ആനവാൽ മോതിരം എന്ന ചിത്രത്തിലാണ് കേസിനടിസ്ഥാനമായ രംഗങ്ങൾ കാണാൻ കഴിയുക. 1991 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ രംഗങ്ങൾ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ചതാണോ എന്നതിൽ വ്യക്തതയില്ല. യഥാർത്ഥ സംഭവം ഇങ്ങനെയാണ്. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്നുമായി ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സൽവാദോർ സൽവാലി പിടിയിലാവുകയാണ്. തിരുവനന്തപുരം സെഷൻ കോടതിയിലാണ് കേസിൻ്റെ വിചാരണ നടന്നത്. ആന്റണി രാജു തൻ്റെ സീനിയർ സൈലിൻ വിൽഫ്രഡുമായി ചേർന്നാണ് പ്രതിയുടെ വക്കാലത്ത് എടുത്തിരുന്നത്. എന്നാൽ കേസ് തോൽക്കുകയാണ് ഉണ്ടായത്. പ്രതിക്ക് ശിക്ഷ വിധിച്ച് കോടതി ഉത്തരവിറക്കി. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരുന്നു. പ്രഗത്ഭനായിരുന്ന കുഞ്ഞിരാമ മേനോനായിരുന്നു പ്രതിക്ക് വേണ്ടി വക്കാലെടുത്തത്. തുടർന്ന് നടന്ന കേസിൽ പ്രതിയെ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. പ്രതിയെ വെറുതെ വിടാൻ പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് കേസിലെ പ്രധാന തൊണ്ടിമുതലായി ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്നായിരുന്നു. കേസിൽ നിന്ന് മോചിതനായതോടെ പ്രതി ആൻഡ്രൂ രാജ്യം വിടുകയായിരുന്നു. ഇതിന് സമാനമായ രംഗങ്ങളാണ് ആനവാൽ മോതിരം എന്ന ചിത്രത്തിലും കാണാൻ കഴിയുന്നത്. സിനിമയിൽ ഒരു വിദേശ പൗരനെ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീനിവാസനും സുരേഷ് ഗോപിയും ലഹരി മരുന്നുമായി പിടികൂടുന്നുണ്ട്. ഐറിഷ് അമേരിക്കൻ നടൻ ഗാവിൻ പാക്കാർഡ് അവതരിപ്പിച്ച ആൽബർട്ടോ ഫെൽനി എന്ന കഥാപാത്രമാണ് ഇവിടെ പ്രതി. സിനിമയിൽ കേസിൽ പ്രധാന തൊണ്ടിമുതലായി എത്തുന്നതും അടിവസ്ത്രമാണ്. ഇവിടെയും തൊണ്ടിമുതൽ മാറ്റിയെന്ന് പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കി നൽകുകയാണ്. സിനിമയിലെ കോടതി രംഗങ്ങളിൽ പ്രതിയായ ആൽബർട്ടോയ്ക്ക് ധരിക്കാൻ കഴിയാത്ത ഡ്രോയറാണ് പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിക്കാട്ടുന്നത്. പ്രധാന തൊണ്ടിമുതലായ ഡ്രോയർ ആൽബർട്ടോയ്ക്ക് ചേരാതെ വരുന്നതോടെ പ്രതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു. ഇതിന് സമാനമാണ് യഥാർത്ഥ തൊണ്ടിമുതൽ കേസിലും. അതേസമയം കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടി ചെറുതാക്കിയതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്.